ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിക്സ് ഉണ്ടല്ലോ, സിവിക്സിലത്തെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിവിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് പൊതുഭരണം. എന്താണ് സിവിക്സിലെ ഫസ്റ്റ് ടോപ്പിക്? പൊതുഭരണം. അപ്പൊ നമ്മള് 10 ടോപ്പിക്സ്, സെക്രട്ടേറിയറ്റിന്റെ ഫസ്റ്റ് സെറ്റ് 10 ടോപ്പിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അതിലത്തെ ഒരു ടോപ്പിക്കായിരുന്നു സിവിക്സിലെ പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുഭരണത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് ഒന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. SSCRT ടെക്സ്റ്റ് ബുക്ക് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ പക്ഷെ വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുകയും ഓർത്തു വെക്കുകയും വേണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിവിക്സിലെ പൊതുഭരണം എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. പൊതുഭരണം മീൻസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ആദ്യം പോകുന്നത്. പൊതുഭരണം കിടക്കണു. പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മടിയും കൂടാതെ പറയണം, N. ഗ്ലാഡൻ. ആരാണ്? N. ഗ്ലാഡൻ ആണ് എന്ത് പറഞ്ഞത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാണെന്നാ പറയേണ്ടത്? N. ഗ്ലാഡൻ. ക്ലിയർ. ഇനി എന്താണ് പൊതുഭരണം? കേട്ടിട്ടില്ലേ? പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ എപ്പോഴെപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്ന് പറഞ്ഞാൽ? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന്, അതായത് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് യൂസ് ചെയ്യുക? ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിനെയാണ് എന്തറിയപ്പെടുന്നത്? പൊതുഭരണം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? എന്താണെന്നും കൂടി പറയാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്താണ് പറയാ? പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയാ. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇനി എന്താണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം? ഇതൊക്കെ എടുക്കുന്നത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓപ്ഷൻസിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുക്കുന്നു 4 പോയിന്റ്സുകള്. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇതൊക്കെയാണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഒരു കോട്ടിയും കൂടി നമുക്ക് പഠിച്ചു വെക്കാണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതാ കിടക്കണു. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖമോർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖമോർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ക്ലിയർ? അങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. എന്നാൽ N. ഗ്ലാഡൻ എന്താ പറഞ്ഞത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞതാണ് ആര്? നമ്മുടെ N. ഗ്ലാഡൻ. ക്ലിയർ? അങ്ങനെ പറഞ്ഞ ആള് N. ഗ്ലാഡൻ. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. അത് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിയാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഇനി പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്തൊക്കെയാണ്? പൊതുഭരണത്തിലൂടെ ഗാന്ധി ലക്ഷ്യമിട്ടത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം. അതായിരുന്നു ഗാന്ധിജി ഒരു ലക്ഷ്യം വെച്ചത്. നെക്സ്റ്റ്, കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. എന്താണ്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം ഒരെണ്ണം,
രണ്ടാമതായിട്ട് ഗാന്ധി ലക്ഷ്യം വെച്ചത് കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. അപ്പോ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യം വെച്ചത് എന്താന്ന് ചോദിച്ചാൽ ഈ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ക്ലിയർ. ഇനി ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങൾ. അതിനെ നമ്മൾ എന്താ പറയാ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ക്ലിയർ ആയല്ലോ? ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങൾ ഏതാണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ക്ലിയർ. അപ്പൊ അത്രയും ഭാഗം നമ്മൾ SSCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, വേറെ എവിടെയും പോയിട്ടില്ല. ഇനി നമ്മൾ ഒന്നും കൂടി ഇതിനെ പൊതുഭരണത്തിനെ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒന്നും കൂടി പറയാൻ പോവാം. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? ലാറ്റിൻ പദത്തിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? സേവനം. അപ്പൊ ലാറ്റിൻ പദത്തിൽ നിന്ന് വന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന ആ വേർഡിന്റെ മീനിങ് എന്താണ്? സേവനം എന്നാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വേൾഡ് ലെവലാണ് കേട്ടോ. ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ക്ലിയർ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാന്നാ പറയേണ്ടത്? നമ്മുടെ വുഡ്രോ വിൽസൺ ആണ് പൊതുഭരണത്തിന്റെ പിതാവ്. ക്ലിയർ. പൊതുഭരണത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യക്ക് ഒരു പിതാവ് വേണ്ടേ? ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ പോൾ എച്ച് ആപ്പിൾബി ആണ് ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ 2 പിതാക്കന്മാരെ പഠിച്ചു. പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസണും അതുപോലെ തന്നെ ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ എച്ച് ആപ്പിൾബി ആണെന്ന് മനസ്സിലാക്കുക. ഇനി പൊതുഭരണത്തെ കുറിച്ച് പോൾ എച്ച് ആപ്പിൾബി പറഞ്ഞ ഒരു കോട്ടിങ്ങിലൂടെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. പബ്ലിക് ലീഡർഷിപ്പ് ഓഫ് പബ്ലിക് അഫയേഴ്സ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. അതായത് എക്സിക്യൂട്ടീവ് നടപടിക്ക് നേരിട്ട് ഉത്തരവാദികളായ പൊതുകാര്യങ്ങളുടെ പൊതുനേതൃത്വം എന്നാണ് പോൾ എച്ച് ആപ്പിൾബി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തെ നിർവചിച്ചത്. ഇനി നമ്മൾ അതിൽ പഠിച്ചു വെക്കുന്ന മറ്റൊരു കാര്യമാണ് എക്രോണിം, അതായത് പോസ്റ്റ് കോഡ്. പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പോസ്റ്റ് കോഡ്. എന്താണ് ഈ പോസ്റ്റ് കോഡിലെ ഓരോ ടേംസും ഓരോ ലെറ്റേഴ്സും എന്താണ് കാണിക്കുന്നത് വെച്ചാൽ പോസ്റ്റ് കോഡ്. P എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, O ഓർഗനൈസിങ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ് ആൻഡ് B ബഡ്ജറ്റിംഗ്. ക്ലിയർ. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്നാണ് ഇതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും ഫുൾ ഫോം ട്ടോ. നെക്സ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നത് 1954 1954 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓർത്തു വയ്ക്കുക. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 1954 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിന്റെ സ്ഥാപകൻ പോൾ എച്ച് ആപ്പിൾബി ആണ്. അതായത് ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പോൾ എച്ച് ആപ്പിൾബി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 1954 ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ട് സ്ഥാപിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമാകുന്നത്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമാകുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ്? പൊതുഭരണത്തിലൂടെയാണ് ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമാകുന്നത്. ഇനി പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഓർത്തു വെക്കുക. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഇനി ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്നത് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് എന്നുകൂടി ഓർത്തുവെക്കാം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. ഇനി പൊതുഭരണത്തിന്റെ ഏതാനും പ്രത്യേകതകൾ കൂടിയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ആധുനിക സമൂഹത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. എന്ത്? പൊതുഭരണം
ആധുനിക സമൂഹത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, സമൂഹത്തിന് സ്ഥിരത നൽകുന്നു. എന്താണ്? സമൂഹത്തിന് സ്ഥിരത നൽകുന്നു. നെക്സ്റ്റ്, നയരൂപീകരണം, നയം നടപ്പിലാക്കല്, നയം വിലയിരുത്തൽ എന്നിവയിൽ പങ്കെടുക്കുന്നു. ഓക്കെ, നയരൂപീകരണം, നയം നടപ്പിലാക്കൽ, നയം വിലയിരുത്തൽ എന്നിവയിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിന് സംരക്ഷണം നൽകുന്നു. ക്ലിയർ ആയല്ലോ? സമൂഹത്തിന് സംരക്ഷണം നൽകുന്നു. നെക്സ്റ്റ്, സുഗമമായ പ്രവർത്തനങ്ങൾ നൽകുകയും പൊതു സംരംഭങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സുഗമമായ പ്രവർത്തനങ്ങൾ നൽകുകയും പൊതു സംരംഭങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. നെക്സ്റ്റ്, സാമൂഹിക സാമ്പത്തിക മാറ്റത്തിനുള്ള ഉപകരണമാണ്. എന്താണ്? സാമൂഹിക സാമ്പത്തിക മാറ്റത്തിനുള്ള ഉപകരണമാണ്. ഇത്രയാണ് പൊതുഭരണത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ ആകെ ഒരു 3 പേജ് മാത്രമാണ് പൊതുഭരണത്തെ കുറിച്ച് ജസ്റ്റ്, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്ന ക്ലാസ് മാത്രമാണിത്. നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത് തുടങ്ങുക. സിവിക്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ സിവിക്സ് തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.